സഹോദരീ സഹോദരന്മാർ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ബഹ്റിൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ്, അതിനാണ് പത്മശ്രീ ഡോക്ടർ ബി രവിപിള്ള അർഹനായത്. അതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് നാട് നൽകുന്ന ആദരവ് എന്ന നിലക്ക് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ. ശ്രീ രവിപിള്ളയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രാസംഗിനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. ശ്രീ രവിപിള്ള ഇന്ന് ലോകമാകെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. പക്ഷേ അദ്ദേഹം കൊല്ലത്ത് ചവറയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയാണ് ഇന്ന് ലോകമാകെ അറിയുന്ന ഒരു വ്യവസായ പ്രമുഖനായി വളർന്നു വന്നിട്ടുള്ളത്. അത് ഒരു ദിവസത്തെ ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല. ദീർഘകാലത്തെ സമർപ്പിത പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇത്തരമൊരു വലിയ വളർച്ച കൈവരിച്ചത്. എന്നാൽ അപ്പോഴും എപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരെയോ സ്വന്തം നാടിനെയോ ഒന്നും അദ്ദേഹം മറന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചടങ്ങിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നത്. പ്രവാസി മലയാളിയായി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലെയും പ്രവാസ ലോകത്തെയും മലയാളികളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോർക്ക റൂൾസിൻ്റെ ഡയറക്ടറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. ആ ചുമതല സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് വലിയ സേവനമാണ് അദ്ദേഹം നൽകി വരുന്നത്. കുവൈറ്റ് ദുരന്തത്തിൻ്റെ, പ്രളയത്തിൻ്റെ, കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഈ നാട് അദ്ദേഹത്തിൻ്റെ കരുതൽ സ്പർശം അറിഞ്ഞിട്ടുണ്ട്. കേരളത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലിന് ഈ നാട് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാർഷിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ രവിപിള്ളക്ക് വാണിജ്യ വ്യവസായ മേഖലയോടായിരുന്നു താല്പര്യം. അങ്ങനെയാണ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കടം വാങ്ങിയ പണം കൊണ്ട് ചിട്ടി കമ്പനി ആരംഭിച്ചത്. അതാകട്ടെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശാസ്താംകോട്ട DB കോളേജിൽ പഠിക്കുന്ന ആ ഘട്ടത്തിലാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത്. കോമേഴ്സിൽ ബിരുദമെടുത്ത ശേഷം കൊച്ചിയിലേക്ക് താമസം മാറ്റിയ രവിപിള്ള ഈവനിംഗ് ക്ലാസ്സുകളിൽ ചേർന്ന്
MBA പഠനം ആരംഭിച്ചു. അന്ന് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ഫാക്ടിലെ എഞ്ചിനീയർമാരിൽ നിന്നാണ് കോൺട്രാക്റ്റ് വർക്കുകൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ ക്രമേണ അതിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഫാക്ടിൻ്റെയും വെള്ളൂർ ന്യൂസ് പ്രിൻ്റിൻ്റെയും ഒക്കെ കരാറുകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ $25,000 മൂലധനവുമായി സൗദി അറേബ്യയിലെ അൽ ഖുബാറിലേക്ക് കുടിയേറിയത്. 150 ജീവനക്കാരുടെ ടീമുമായി തുടങ്ങിയ രവിപിള്ളയുടെ കമ്പനിയിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തോളം ജീവനക്കാരുണ്ട്. റിയാദ് വിമാനത്താവളത്തിൻ്റെ റോയൽ എയർ ടെർമിനൽ മുതൽ മിഡിൽ ഈസ്റ്റിലെ ആധുനിക എണ്ണ വാതക പ്ലാന്റുകളുടെ വരെ നിർമ്മാണം അദ്ദേഹം ശ്ലാഘനീയമായ നിലയിൽ നിർവഹിച്ചു. സൗദി അരാങ്കോ മുതൽ ഖത്തർ എനർജിയുടെ വരെയും എക്സോൺ മോബിൽ തുടങ്ങി ഷെൽ വരെയുമുള്ള ലോകോത്തര കമ്പനികൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ആധുനിക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറ പാകുന്നതിലും വലിയൊരളവിൽ പങ്കുവഹിക്കാൻ രവിപിള്ളക്ക് കഴിഞ്ഞു. സത്യസന്ധവും വിശ്വസ്തവുമായ മാർഗങ്ങളിലൂടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലെ വ്യവസായ പ്രമുഖരായി ഉയരുമ്പോൾ ആ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് അതിലൂടെ കാണുന്നത്. ഇന്ത്യക്കാർ പരിശ്രമശാലികളും ആത്മാർത്ഥതയുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമാണ് എന്ന സന്ദേശമാണ് രവിപിള്ളയെപ്പോലുള്ളവരുടെ ജീവിത വിജയത്തിലൂടെ വിദേശ ഭരണാധികാരികൾക്ക് ലഭിക്കുന്നത്. ആ നിലക്ക് ഇവരിലുണ്ടാവുന്ന തൃപ്തി സത്യത്തിൽ അവിടങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന് പൊതുവിലും മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചുമുള്ള സ്വീകാര്യതയായാണ് അവരുടെ മനസ്സിൽ മാറുന്നത്. അതിൻ്റെ ഗുണഫലം കേരളമാകെയും അതിനപ്പുറം ഇന്ത്യയാകെയും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ മലയാളി സമൂഹത്തിൻ്റെ പൊതു സ്വീകാര്യത വിദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്ന ഗുഡ്വിൽ അംബാസഡർ കൂടിയാണ് രവിപിള്ളയെപ്പോലുള്ളവർ. അതിന് കേരളം രവിപിള്ളി അടക്കമുള്ള വ്യവസായ പ്രമുഖരോട് കടപ്പെട്ടിരിക്കുന്നു.